ഹലോ ഡേരെ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. അപ്പോൾ ഇന്ന് ലോക കാർഷിക ദിനമായ കാരണം ഡിസംബർ 23 ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ വെച്ചു. ഓരോ തെങ്ങും തൈ ഒരു മാവും തൈ മേടിച്ചിട്ട് കുറച്ച് നാളായിട്ട് അപ്പോൾ അത് കുഴിച്ചിടാന്നുള്ള ലെവലിൽ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. കുഴിച്ചിടാറങ്ങിയപ്പോൾ എൻ്റെ കൂടെ അസിസ്റ്റൻ്റൊക്കെ ഇറങ്ങിയിട്ട് കിട്ടാം. അപ്പോൾ മണിക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ ചെരുപ്പ് ഒഴിവാക്കൂട്ടാ. അമ്മ ഗംബൂട്ട്സ് ഉപയോഗിച്ച് പറമ്പിൽ ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാവും അമ്മ ഈ ഗംബൂട്ട്സ് ഒക്കെ ഇടാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ അതില്ലാണ്ടിരിക്കാനാണ് കേട്ടോ ഗംബൂട്ട്സ് ഇടുന്നത്. അത് ഷൂ ആകുമ്പോൾ മൊത്തത്തിലാണ്ട് കയറിയിരിക്കുമല്ലോ, പിന്നെ ഉറുമ്പൊന്നും കടിക്കില്ല. നമ്മുടെ ഗംബൂട്ട്സ് ഇല്ലാത്ത കാരണം ഞാൻ ചെരുപ്പിടാണ്ടാണ് ഇറങ്ങാറ്. അപ്പം മാവും തൈ കുഴിച്ചിട്ടതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധി വന്നത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തത്. കൽപ്പാടി എന്നൊരു വെറൈറ്റി ആണിത്. അപ്പോൾ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്ന് തന്നതാണ്. അവർ നഴ്സറിയിൽ നിന്ന് ഓർഡർ എടുത്തതിന് ശേഷം വന്ന് തന്നതാണ്. അപ്പോൾ ഒരു തെങ്ങും തൈയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തെങ്ങൊന്നും ഇല്ലാട്ടപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ തെങ്ങുണ്ടായിരുന്നൊക്കെ വീടാന്ന് പറമ്പാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ആകെ 2 തെങ്ങുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ച ചെടി എന്ന് പറയുന്നത് ലാത്തിക്കൂവയുണ്ട്. അത് നമ്മൾ കൂവപ്പൊടിയൊക്കെ എടുക്കില്ലേ, ആ കൂവയാണ് കേട്ടോ അത്. അങ്ങനെ നല്ലൊരു കുഴിയൊക്കെ കുത്തിയിട്ടാണ്. കുഴി ഇത്തിരി വലിപ്പം വേണ്ട കാരണം കുറച്ച് ആഞ്ഞനെ കുത്തിയിട്ടാണ്. അപ്പം എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ കുഴിയും കുത്തി ഞാൻ തെങ്ങും തൈ വയ്ക്കാനുള്ളതായ കാരണം എൻ്റെ അസിസ്റ്റൻറ്റ് നല്ലോണം വന്ന് കുത്തി വയ്ക്കിയിട്ടാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഡിസംബർ 23 കർഷക ദിനമാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഇന്ത്യയിലുള്ള കർഷകരെ ആദരിക്കുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് തെങ്ങും തൈ നല്ല ചവരിച്ചോറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തന്നെ ആട്ടോ കുഴിച്ചിട്ടത്. പിള്ളേരെ നിർത്തിയില്ല കാരണം നിറയെ ഉറുമ്പ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ കൈമലും കാലം കടിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ കരയുന്നു മനസ്സിലായി. അങ്ങനെ അതൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് പിന്നെ ഇനി ഇത് പരിപാലിക്കലാണ് എൻ്റെ കുറച്ച് ദിവസത്തെ പണി. കാരണം വെള്ളമൊഴിക്കൽ വലുതാവുണ്ടോ. എനിക്കാണെങ്കിൽ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പൊന്തി മുകളിലേക്ക് വരണം കേട്ടോ. വലുതാവില്ലെന്നറിയാം, എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കലാണ് എൻ്റെ പരിപാടി. അധികം നേരം നിന്ന് തിരിയാനുള്ള സമയമില്ലാട്ടോ, കാരണം സ്കൂളിൽ പോകണ നേരമായി തുടങ്ങി മോന്. അപ്പോൾ അവനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് വേണം അവനെ വിടാൻ. അത് കഴിഞ്ഞിട്ട് പെരയ്ക്ക് ചുറ്റും കുറച്ച് പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ചിട്ടുണ്ട്. ഞാൻ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം മണ്ണ് ഒലിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം മാറ്റിക്കണം കേട്ടോ, കാരണം മഴക്കാലമൊക്കെ നിന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പഴുതാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ മാറ്റി, കാരണം ഞാൻ സ്കൂൾ വെക്കേഷൻ മക്കളൊക്കെ ഓടി കളിക്കണ നേരമല്ലേ, അത് കാരണം അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇതുമല്ലൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇത് മാവും തൈമലൊക്കെ. അപ്പോൾ ഇനി ഇത് കായ് പിടിക്കുക ഇടിക്കില്ല എന്നൊക്കെ പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ മണ്ണിലും ഇങ്ങനെ ചെടിയൊക്കെ കൊണ്ട് നടന്ന ആൾ അവിടെ ഒതുങ്ങിയിരുന്നിരുന്നൊക്കെ. സത്യം പറഞ്ഞാൽ അവിടെ അങ്ങനെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അവിടെ നേരം കണ്ടെത്തിയിരുന്ന ഏട്ടൻ്റെ ചിയാ സീഡ് മുളപ്പിക്കൽ, അതുപോലെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ മുളപ്പിക്കൽ. പിന്നെ 2-3 ചെടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനെ പരിപാലിക്കലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ നാട്ടിലേക്ക് വെക്കേഷൻ വന്നപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയിട്ട് ദിലീഷേട്ടൻ എൻ്റെ കൂടെ വന്ന കാരണം. ഇപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട്, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യത്തെ വെക്കേഷൻ നമ്മൾ നാട്ടിൽ തന്നെയാട്ടോ. കാരണം ദിലീഷേട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. താങ്ക് യു.